നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയം നമ്മുടെ ദൈവസങ്കല്പം, നമ്മുടെ ദൈവാരാധന. ശരിക്കും ഹിന്ദുക്കളുടെ ദൈവസങ്കല്പം 30 ദേവതകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊരു തരം അന്ധവിശ്വാസമല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ നമ്മുടെ നരേന്ദ്രൻ എന്നറിയപ്പെട്ട് ലോകം മുഴുവൻ പിന്നീട് വിവേകം ലഭിച്ച ആൾ എന്ന അർത്ഥത്തിൽ അറിയപ്പെട്ട ലോകപ്രശസ്തനായി 32-ാമത്തെ വയസ്സിൽ ദേഹം വെടിഞ്ഞ മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ്, അല്പായുസായിരിക്കുമെന്നാണ്. അവരുടെ നിയോഗം കഴിഞ്ഞാൽ അവർ ഭൂമി വിട്ടു പോകും. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഇതുപോലെ ബറോഡ മഹാരാജാവിൻ്റെ മന്ത്രി ചോദിച്ചു, ഈ 30 ദൈവസങ്കല്പം എന്ന് പറയുന്ന ഒരുതരം അന്ധവിശ്വാസമല്ലേ എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി മാത്രം മതിയോ എന്നാണ്. അപ്പോൾ ഓരോ സങ്കല്പങ്ങൾക്കും ഓരോ ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ എന്നാൽ എല്ലാത്തിൻ്റെയും സർവ്വചൈതന്യം ഒരാൾ തന്നെ. വേദാന്ത പ്രകാരം ദേവാദിദേവനായ മഹാദേവനിലാണ് മറ്റ് ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പൂജകളെല്ലാം ചെന്നെത്തുന്നത്. അപ്പോൾ കുടുംബസങ്കല്പമുള്ള ഏകദേവൻ മഹാദേവനാണ്. മംഗളമൂർത്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ നമുക്ക് ഏത് സമയത്തും ആരാധിക്കാം, എങ്ങനെയും വിളിക്കാം. നമ്മുടെ ആഗ്രഹമറിഞ്ഞ അദ്ദേഹം നമുക്ക് സബലീകരണം നൽകും. മോക്ഷം വേണ്ടവർക്ക് മോക്ഷം, അത് ഭഗവാൻ അറിയാൻ നമ്മുടെ മനസ്സ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മുടെ ദൈവസങ്കല്പം 30 ദൈവങ്ങളെ ആരാധിക്കുന്നെങ്കിലും ഇതെല്ലാം ചെന്നെത്തുന്ന പരമാത്മാവായ മഹാദേവനിൽ, അല്ല ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ആ ശക്തിയിലാണെന്ന് നമുക്കെല്ലാം അറിയാം. ഇത് തന്നെയാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, മുഖ്യമന്ത്രി മാത്രം പോരാ ഒരു മന്ത്രിസഭയിൽ. അപ്പോൾ ഓരോ സങ്കല്പങ്ങൾക്കും ഓരോ ഡ്യൂട്ടിയുണ്ട്. അതുപോലെ തന്നെയാണ് ശബരിമല തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ലോകത്ത് ഇതുപോലൊരു ദൈവസങ്കല്പം ലോകത്തുണ്ടാവില്ല. കറുപ്പ് ധരിക്കുന്ന മാലയിട്ട ആൾ സ്വാമിയാവുന്നു, ഞാൻ നീ തന്നെയാകുന്നു തത്വമസി. പക്ഷേ നമ്മൾ അദ്ദേഹം ആവണം. 41 ദിവസം വ്രതമെടുക്കുന്നതിൽ ദിവസത്തിൻ്റെ എണ്ണം കുറഞ്ഞാൽ പോലും എടുക്കുന്ന വ്രതം കർശനമായിരിക്കണം. ബ്രഹ്മചാരി എന്നുദ്ദേശിക്കുന്നത് ബ്രഹ്മത്തോടൊപ്പം ചരിക്കുന്ന ആൾ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ അണുവിലും ഭഗവത് സ്മരണ മാത്രം കണ്ട അത് 7 ദിവസം എടുത്താൽ പോലും ശരിക്കും 41 ദിവസം എടുക്കണമെന്നാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പലർക്കും സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെ വ്രതമെടുത്ത് നമ്മൾ ചെല്ലണം. കാരണം ഹരിയുടെയും ഹരൻ്റെയും ശക്തി ഒന്നിച്ചു ചേർന്ന് കലികാലത്തെ നിയന്ത്രിക്കാൻ പരമശിവൻ സർവാധികാരവും കൊടുത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളുടെ കോൺസിക്വൻസ് ഇന്നും കേരളം അനുഭവിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ ഈ മലയ്ക്ക് പോകുന്ന ഓരോ ഭക്തരും കഴിയുന്നത്ര കർശന വ്രതമെടുക്കുക, അവിടെ സ്വാമിയായിട്ട് ചെല്ലുക, കർശന വ്രതമെടുത്ത് അദ്ദേഹമായി മാറണം നമ്മൾ. ഓക്കെ, എല്ലാവർക്കും കലിയുഗ വരദൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ചാനൽ, എൻ്റെ ഈ ഷോർട്ട് വീഡിയോകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനായിട്ട് ബെല്ലൈക്കൺ, ലൈക്ക് ബട്ടൺ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകൾ, ഞാൻ ചെയ്യുന്ന വീഡിയോകൾ എത്തിപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ എളിയ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നു. സ്വാമി ശരണം.